നമസ്കാരം. വെളുക്കാൻ തേക്കുന്നതൊക്കെ പാണ്ടാവുകയാണല്ലോ പൂക്കി മുഖ്യ. ധവളപത്രവും ഇറക്കി അവസാനം ധവളപത്രം ബൂമറാങ്കായി വി ഡി സതീശൻ സർക്കാരിന് വലിയ തലവേദനയാകുന്ന കാഴ്ചയാണ് ഇന്ന് സഭയിൽ കാണാൻ കഴിഞ്ഞത്. ഞങ്ങൾ ധവളപത്രവുമായി വരും, അപ്പോൾ കാണാം എന്ന് പറഞ്ഞു പോയ വി ഡി സതീശനോട് അന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കേണ്ട എന്നുള്ളതാണ്. ധവളപത്രം കൊണ്ടുവരൂ, അപ്പോൾ നമുക്ക് ചർച്ച നടത്താം എന്നാണ് പറഞ്ഞത്. അങ്ങനെ മന്ത്രിസഭ അംഗീകാരം കൊടുത്ത് ഇന്ന് ധവളപത്രം സഭയിൽ അവതരിപ്പിച്ചു. സഭയിൽ പുറത്തിറക്കിയിരിക്കുന്നു വി ഡി സതീശൻ. ആ ധവളപത്രം ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണെന്ന് തെളിയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരിക്കുന്നു, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിമിഷ നേരം കൊണ്ട് തന്നെ ധവളപത്രം തകർത്ത് തരിപ്പണമാക്കി ഇതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണെന്ന് എന്തായാലും പ്രതിപക്ഷത്തിന് തെളിയിക്കാനും സ്ഥാപിക്കാനും കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ സർക്കാർ വി ഡി സതീശനൊക്കെ അമ്പേ പരാജയമായി ധവളപത്രം തയ്യാറാക്കുന്നതിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, വി ഡി സതീശന് മുമ്പ് യു ഡി എഫും എൽ ഡി എഫും ഒക്കെ ഇറക്കിയിട്ടുള്ള ധവളപത്രം ആരാണ് തയ്യാറാക്കിയിട്ടുള്ളത്? അത് ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണ്, ധനകാര്യ വകുപ്പാണ്. പക്ഷേ ഈ ധവളപത്രം അങ്ങനെയാണോ തയ്യാറാക്കിയിട്ടുള്ളത്? അല്ലേ അല്ല. അപ്പോൾ ഇത് സുതാര്യത ഉള്ളതല്ല, സുതാര്യമല്ല, ഇതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇത് തന്നെയാണ് ഇന്ന് പിണറായി വിജയൻ പറഞ്ഞത്. പിണറായി വിജയൻ ഇതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണെന്ന് തെളിയിക്കുമ്പോൾ പിണറായി വിജയന്റെ മുമ്പിൽ നിന്ന് വി ഡി സതീശൻ കിടന്ന് ഉരുണ്ടു മറയുകയായിരുന്നു. ഒരു ന്യായീകരണ തൊഴിലാളിയാണ് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഏത് ചോദിച്ചാലും ന്യായീകരണം അല്ലാതെ ഒരു നിലപാട് പറയാൻ, ഒരു വ്യക്തമായ നിലപാട് പറയാൻ, ഇന്നതാ ഇത് നടക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും, ഇതാണ് സംഭവം, ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ പറയാൻ കഴിയുന്നില്ല നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഇപ്പോഴും ആ പ്രതിപക്ഷത്തിരുന്ന് നുണ പറഞ്ഞ് ശീലിച്ചത് കൊണ്ടാകാം മുഖ്യമന്ത്രി ആകുമ്പോഴും അദ്ദേഹം അതുപോലെയുള്ള നുണകളും ന്യായീകരണങ്ങളും ഒക്കെയായി അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവർത്തനം തുടരുകയാണ് എന്നുള്ളതാണ്. സത്യത്തിൽ പ്രതിപക്ഷ നേതാവിനെ കാണുമ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ അദ്ദേഹമാണോ മുഖ്യമന്ത്രി എന്ന് തോന്നിപ്പോകും. വി ഡി സതീശനെ കാണുമ്പോൾ ഇദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി പദത്തിൽ എത്തിയത് അറിഞ്ഞിട്ടില്ല എന്ന് പോലും തോന്നിപ്പോകും. എന്തായാലും ഇന്ന് പിണറായി വിജയൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധവളപത്രം ഇറക്കിയപ്പോൾ വി ഡി സതീശനെ അടിച്ചിരുത്തിയത് എങ്ങനെയാണ് എന്ന് വ്യക്തമായി തന്നെ പറയാം. ധവളപത്രവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിയമസഭയിലെ വാദങ്ങൾ വിചിത്രമാണെന്നായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രതികരണം. വീണ്ടെടുത്ത് കിടന്ന് ഉരുളുന്ന രീതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചുകൊണ്ട് സഭയിൽ വി ഡി സതീശനെ നോക്കി പറയുമ്പോൾ വി ഡി സതീശൻ ആകെ മിണുങ്ങസ്യ എന്ന അവസ്ഥയിലായിരുന്നു. സംസ്ഥാനത്ത് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ധവളപത്രങ്ങളൊക്കെ വെറും രാഷ്ട്രീയ രേഖകളായിരുന്നു എന്ന മുഖ്യമന്ത്രിയുടെ വാദം പൂർണ്ണമായും തെറ്റാണെന്ന് മുഖ്യമന്ത്രി നോക്കിയിട്ട് പ്രതിപക്ഷ നേതാവ് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അല്ലെങ്കിലും വി ഡി സതീശൻ ഞാനാണ് ഏറ്റവും മികച്ച മുഖ്യമന്ത്രി, എനിക്ക് ശേഷം ഉണ്ടായിരുന്നവരെല്ലാം വെറുതെ ആയിരുന്നു എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. എന്നാൽ അവരെക്കാളും ഒക്കെ ഒരു അടാറ് വേസ്റ്റ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യനെന്ന് മൂപ്പര് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് മറ്റൊരു വസ്തുത. എന്തായാലും പിണറായി വിജയൻ ശേഷം പറയുന്നുണ്ട്, ഇപ്പോൾ പുറത്തുവിട്ടതാണ് ശരിയായ ധവളപത്രം എന്ന അദ്ദേഹത്തിന്റെ അവകാശവാദം എന്തായാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സതീശനോട് പിണറായി പറയുന്നുണ്ട്. സംസ്ഥാനത്ത് മാറി മാറി വന്ന ഇടതു വലത് സർക്കാരുകളെല്ലാം മുമ്പ് ധവളപത്രങ്ങൾ ഇറക്കിയിട്ടുണ്ടെന്നും അവയൊന്നും വെറും രാഷ്ട്രീയ രേഖകളല്ലായിരുന്നു എന്നും ഒക്കെ എന്തായാലും പിണറായി വിജയൻ സതീശനോട് പറഞ്ഞു. ഇവിടെ ഏറ്റവും ഗൗരവകരമായിട്ടുള്ള വിഷയം ധനകാര്യ വകുപ്പിനെ പൂർണ്ണമായി ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഈ ധവളപത്രം തയ്യാറാക്കിയിരിക്കുന്നത് എന്നതാണ് എന്ന് പിണറായി വിജയൻ പറയുമ്പോഴും വി ഡി സതീശന് മറുപടിയില്ല. ഇതിന് മുമ്പുണ്ടായ എല്ലാ സർക്കാരുകളുടെയും കാലത്ത് ധനകാര്യ വകുപ്പ് തന്നെയാണ് ധവളപത്രം തയ്യാറാക്കിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറയുമ്പോഴും വി ഡി സതീശൻ സത്യത്തിൽ പണി പാളിയിലോ എന്ന് മനസ്സിലെങ്കിലും വിചാരിച്ചു കാണും. എന്നാൽ ഇത്തവണ അതിൽ നിന്നും വിപരീതമായി യു ഡി എഫ് സർക്കാർ പുറത്തിറക്കുന്ന ധവളപത്രം തയ്യാറാക്കിയത് ധനകാര്യ വകുപ്പല്ല എന്നും ഈ സാഹചര്യത്തിൽ മുമ്പ് ധനകാര്യ വകുപ്പ് തയ്യാറാക്കിയ ഔദ്യോഗിക രേഖകളെ രാഷ്ട്രീയ രേഖകൾ എന്ന് വിളിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് വിചിത്രമാണെന്നും ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്ന കാഴ്ച കണ്ടു. യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വന്നതാണ് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്നും ഇത്തരമൊരു രാഷ്ട്രീയ രേഖ നിയമസഭയിൽ കൊണ്ടുവന്നത് തികച്ചും അനുചിതമാണെന്നും ഇതിന്റെ ഉള്ളടക്കം വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ പറയാനാകൂ എന്നും ഒക്കെ പിണറായി വിജയൻ ഇന്ന് വ്യക്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. എത്ര വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡ് അല്ലേ! വിദഗ്ധരിൽ നിന്നും ഉപദേശം തേടുന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിന് യാതൊരുവിധ എതിരഭിപ്രായവും ഇല്ല എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരുടെ ഉപദേശങ്ങൾ ഇനിയും തേടേണ്ടി വരുമെന്നും എന്നാൽ ധവളപത്രം തയ്യാറാക്കേണ്ടത് ധനകാര്യ വകുപ്പ് തന്നെയായിരുന്നു. ഈ നടപടിക്രമത്തിൽ വലിയ വ്യതിയാനമാണ് സംഭവിച്ചിരിക്കുന്നത്. സർക്കാർ സംവിധാനത്തിന് പുറത്തുള്ള 3 അംഗ സമിതിയെയാണ് ഈ ധവളപത്രം തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയത്. ഇതിലൂടെ ധനകാര്യ വകുപ്പിന്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ ഔദ്യോഗിക സർവീസിന് പുറത്തുള്ളവർക്ക് കൈമാറിയത് കടുത്ത ചട്ടലംഘനവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നും ഒക്കെ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇന്നത്തെ കാര്യവിവര പട്ടികയിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം സഭയുടെ മേശപ്പുറത്ത് വെക്കുമെന്ന് അറിയിച്ചിരുന്നുവെന്നും എന്നാൽ വ്യവസ്ഥാപിത നടപടിക്രമങ്ങൾ പാലിക്കാതെ സഭയുടെ അനുമതിയില്ലാതെ ബാഹ്യ സംവിധാനങ്ങൾ വഴി തയ്യാറാക്കിയ ഈ രേഖയ്ക്ക് യാതൊരുവിധ നിയമപരമായ
പിൻബലവും ഇല്ല എന്നും ഇന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഇതൊരു ഔദ്യോഗിക രേഖയായി കണക്കാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ഇത്തരം ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് സഭാരേഖകളുടെ ഭാഗമാക്കാൻ അനുവദിക്കരുത് എന്ന് കൂടി എന്തായാലും സ്പീക്കറോട് പറഞ്ഞു. ഇത് സഭയോടുള്ള കടുത്ത അനാദരവാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സർക്കാർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചട്ടങ്ങൾ പാലിച്ച് ധനകാര്യ വകുപ്പിനെ കൊണ്ട് തന്നെ പുതിയ ധവളപത്രം തയ്യാറാക്കുകയാണ് വേണ്ടതെന്നും ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ കൃത്യമായ റൂളിംഗ് വേണമെന്നും ചട്ടം 303 പ്രകാരം സഭയിൽ ഉന്നയിച്ച ക്രമപ്രശ്നത്തിലൂടെ പ്രതിപക്ഷം എന്തായാലും ആവശ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ ധനകാര്യ വകുപ്പ് ഇത് തയ്യാറാക്കി രംഗത്തേക്ക് വന്നാൽ ഈ പറയുന്ന ഭരണപക്ഷം പെട്ടുപോകും, അത് അവർക്കറിയാം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കുറുക്കൻ സ്വഭാവത്തിലുള്ള സാധനം കൊണ്ടുവന്ന് ഇറക്കുന്നത് എന്ന കാര്യം കൂടി എന്തായാലും പ്രതിപക്ഷ നേതാവ് തന്റെ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന KN ബാലഗോപാൽ ഇപ്പോഴത്തെ ധനവകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയോട് ഇങ്ങനെ പറയുന്നുണ്ട്: ഔദ്യോഗിക രഹസ്യരേഖകൾ പുറത്താർക്കും നൽകില്ല എന്ന സത്യപ്രതിജ്ഞയുടെ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സതീശൻ നടത്തിയിട്ടുള്ളത് സത്യപ്രതിജ്ഞ ലംഘനമാണെന്ന് പറയുകയാണ്. ധവളപത്രം പുറത്തിറക്കുന്നതിനെ പിന്തുണയ്ക്കുന്നുവെന്നും നുണ പറയുന്നതിനിടയ്ക്ക് സത്യം പുറത്തു വരുന്നത് നല്ലതാണെന്നും ബാലഗോപാൽ പറയുന്നുണ്ട്. പക്ഷേ ആ സത്യം പുറത്തു വരണമെങ്കിൽ എന്ത് ചെയ്യണം? അതായത് അത് ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് അത് തയ്യാറാക്കി പുറത്തിറക്കണം. എന്നാൽ അതിൽ ചില ഘടകങ്ങൾ ഉണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞുകൊണ്ട് അതെന്തൊക്കെയാണെന്ന് ഇങ്ങനെയാണ് വിശദീകരിച്ചത്: ധനവകുപ്പ് ധവളപത്രം പുറത്തിറക്കുമ്പോൾ സർക്കാർ രേഖകൾ പരിശോധിക്കണം. ഇവിടെ ഔദ്യോഗിക രഹസ്യ രേഖകൾ പുറത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല പുറത്തു നിന്നുള്ളവരാണ് ധവളപത്രം തയ്യാറാക്കിയത്. അങ്ങനെ സ്വകാര്യ കക്ഷികളെ കൊണ്ട് ധവളപത്രം തയ്യാറാക്കാനാകില്ലെന്നും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശം C&AGക്ക് മാത്രമാണെന്നും ഔദ്യോഗിക രഹസ്യ രേഖകൾ പുറത്താർക്കും നൽകില്ല എന്ന സത്യപ്രതിജ്ഞയുടെ ലംഘനം കൂടിയാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്നും ഒക്കെ സതീശനെ നോക്കി ഇന്ന് KN ബാലഗോപാൽ പറയുന്നുണ്ടായിരുന്നു. 2011 UDFന്റെ കാലത്ത് ധവളപത്രം തയ്യാറാക്കിയത് ധനവകുപ്പായിരുന്നുവെന്നും 2016 LDF സർക്കാരിന്റെ കാലത്തും ധവളപത്രം ഇറക്കിയത് ധനവകുപ്പായിരുന്നുവെന്നും ഒക്കെ എന്തായാലും VD സതീശനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് KN ബാലഗോപാൽ എന്നുള്ളതാണ്. ഈ രണ്ട് സമയത്തും ഇറക്കിയത് UDF ഭരിക്കുന്ന സമയത്തും ഇറക്കിയത് LDF ഭരിക്കുന്ന സമയത്തും ഇറക്കിയത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾ പോകുന്നത് അത് ചട്ടലംഘനമാണ് എന്ന് പറയുകയാണ്. രഹസ്യരേഖകൾ ആർക്കും ലഭ്യമാക്കിയാൽ സർക്കാരിന്റെ നടപടിക്രമങ്ങളൊക്കെ തകിടം മറിക്കാനാകുമെന്നും അതുപോലെ തന്നെ AGക്ക് പോലും നൽകാത്ത കണക്ക് പുറത്തു കൊടുത്തത് ശരിയായ രീതിയല്ല എന്നൊക്കെ ബാലഗോപാൽ പറയുന്നുണ്ട്. അതൊക്കെ വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണെന്ന് അദ്ദേഹം അവിടെ റൈസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് ഒരു മന്ത്രി പോലും നമ്മുടെ VD സതീശനാകാൻ കഴിയാഞ്ഞതെന്നും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു മന്ത്രി പോലും ആക്കാൻ ഉമ്മൻചാണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കാഞ്ഞതെന്നും ഒക്കെ ഇപ്പൊ ഏറെക്കുറെയൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണും. എന്നാൽ ഈ രഹസ്യരേഖയൊന്നും പുറത്തു പോയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ന്യായീകരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് പബ്ലിക് ഡൊമൈനിലുള്ള രേഖകളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, മാത്രമല്ല മന്ത്രിസഭയുടെ അംഗീകാരം നേടിയാണ് തീരുമാനം എടുത്തത്, ഞാൻ മാത്രമല്ല ഇതിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരും പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ കൂടി പെടുത്തിക്കുന്ന ഒരു രീതിയിലുള്ള പ്രതികരണമാണെന്ന് സതീശൻ നടത്തിയത്. വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ സേവനം നേടുക മാത്രമാണ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളൊക്കെ വിദഗ്ധരായിട്ടുള്ള ആളുകളല്ലേ മിസ്റ്റർ VD സതീശൻ? എന്തായാലും VD സതീശൻ ഞാനൊരു വല്ലാത്ത മോഡൽ ഒരു പൂക്കി മുഖ്യമന്ത്രിയാണെന്നും എനിക്ക് ശേഷം പ്രളയം എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ സഭയിൽ കാണുന്നത്. സത്യത്തിൽ ഇവർ അധികാരത്തിൽ വന്നത് ഇത്രയും ദിവസമായിട്ടും ഒരു ഇംപ്രഷൻ തോന്നുന്നൊന്നും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. വിസ്മയം ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയ വിസ്മയമായിരിക്കും ഈ പൂക്കി CM എന്ന് ഞങ്ങൾ വിചാരിച്ചു പോലും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു വെക്കുകയാണ്. എല്ലാ വിഷയങ്ങളിലും ഏത് വിഷയം എടുത്തു നോക്കിയാലും എല്ലാ വിഷയങ്ങളും ഇതുപോലുള്ള ന്യായീകരണങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ ദിവസവും സഭയിലിട്ട് പ്രതിപക്ഷം സർക്കാരിനെ ഇങ്ങനെ അടിച്ച് പരത്തുകയാണ്. പെട്രോൾ ഡീസൽ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു. ഞങ്ങൾ ചർച്ച ചെയ്യാനില്ല, ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യമാണ്, ചർച്ച ചെയ്യാനില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. അനുമതി കൊടുക്കാതെ നിലപാട് സ്വീകരിക്കുകയാണ് സ്പീക്കർ അടക്കം. മാത്രമല്ല ഇന്നലെയും അതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ് എടുത്തത്. അതായത് പലരെയും ഈ പറയുന്ന ചട്ടവിരുദ്ധമായിട്ട് സ്ഥലം മാറ്റുകയാണ് ഉദ്യോഗസ്ഥർ. അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടും ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴും ഇല്ല. അതായത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അനുമതി കൊടുക്കുന്നില്ല, ചർച്ച നടത്താൻ തയ്യാറാകാത്ത സർക്കാർ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് പ്രതിപക്ഷത്തെ ഇങ്ങനെ ഭയക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാത്ത ഒരു മുഖ്യമന്ത്രി ഒരു സർക്കാരുമാണെന്ന് കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ മാധ്യമങ്ങൾ വല്ലാത്ത രീതിയിലുള്ള പരിഗണന കൊടുക്കുന്നുണ്ട്. കാരണം മാധ്യമങ്ങളാണല്ലോ ഇവരെ പിടിച്ച് ഈ മെത്തേ കിടത്തിയത്. അപ്പോ സ്വാഭാവികമായും ഇവരെ സംരക്ഷിക്കേണ്ട ബാധ്യത മാധ്യമങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട്
മാധ്യമങ്ങൾ അമ്പേ പരാജയമാണ് സർക്കാർ എന്ന് അറിയാവുന്നതുകൊണ്ട് മാധ്യമങ്ങൾ ഒരു കൈസഹായം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഇത്തരം വാർത്തകളൊക്കെ മാക്സിമം മുക്കിയും ഇത്തരം വാർത്തകൾക്കൊക്കെ വേണ്ട രീതിയിലുള്ള ഇമ്പോർട്ടന്റ് കൊടുക്കാതെയും ഇത്തരം വാർത്തകളിൽ അന്തിച്ചർച്ചയൊക്കെ നടത്താതെയും ഒക്കെ എന്തായാലും സർക്കാർ തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു പരിഗണന ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നേടിയെടുക്കുക എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സർക്കാരിന് ഒരു വലിയ പിന്തുണ ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഇവർ തന്നെ അധികാരത്തിൽ കൊണ്ടുവന്ന സർക്കാരിനെ ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ് എന്ന് വേണം പറയാൻ. എന്തായാലും പൂക്കി മുഖ്യമന്ത്രിയോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടിയും ആ ഗ്യാരണ്ടി ഈ ഗ്യാരണ്ടി ഒന്നും നടത്തും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ 5 വർഷം കൊണ്ട് ഞങ്ങളൊന്നും കടക്കണിയിലാക്കരുത്, ഈ സംസ്ഥാനത്തെ ഒരു വഴിയിലാക്കരുതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.